Hello, welcome to I Plus Trading Solutions. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെറ്റ് ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഒരു ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. എക്സാം ഒക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ ഇപ്പൊ നമ്മൾ ടോപ്പിക്സ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ തന്നെയാണ് അല്ലെ. അപ്പൊ മുൻകാല ചോദ്യങ്ങളും കൂടെ ആണെങ്കിൽ അതിന്റെ പ്രത്യേകത കുറച്ച് കൂടുതലായിരിക്കും അല്ലെ. സോ സെലക്റ്റീവ് ആയിട്ടുള്ള PYQs ആണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പ് 5 ക്വസ്റ്റ്യൻസ് എന്നുള്ള പാറ്റേണിൽ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോസ് പ്രതീക്ഷിക്കാൻ സാധിക്കും. അതിലൂടെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പഠനത്തിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ നമുക്ക് പോവാം. ടോപ്പ് 5-ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ സ്ക്രീനിലുള്ളത്. ഹു ഈസ് കൺസിഡർഡ് one of the founding figures of British cultural studies and authored Culture and Society 1780 to 1950. ഓക്കെ, അപ്പൊ 1780 to 1950 കാലഘട്ടമൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഡ്യൂറേഷൻ, ഒരു എന്താണ് ഐഡിയ ആണ് ഈ ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് ഓരോ ഏരിയയിലെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനെ നമ്മളിങ്ങ് ഒരുമിച്ചാക്കും, ടോപ്പ് 5-ലോട്ട് കൊണ്ടുവരും. ഇപ്പൊ ടോപ്പ് 5-ല് പല കാറ്റഗറീസിൽ നിന്ന് ചോദ്യങ്ങൾ വരും. ചില സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ടോപ്പ് 5-ന്റെ പല സെറ്റുകൾ ഇങ്ങനെ മുന്നോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഒരേ കാറ്റഗറിയിൽ വരുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരുമിച്ച് 5 എണ്ണമായിട്ട് അങ്ങ് അറേഞ്ച് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഏരിയ ഒരുമിച്ച് നിങ്ങൾക്ക് അങ്ങ് പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നോക്കാം. ഹു ഈസ് കൺസിഡർഡ് വൺ ഓഫ് ദ ഫൗണ്ടിങ് ഫിഗേഴ്സ് ഓഫ് ബ്രിട്ടീഷ് കൾച്ചറൽ സ്റ്റഡീസ് ആൻഡ് ഓതേർഡ് കൾച്ചർ ആൻഡ് സൊസൈറ്റി 1780 മുതൽ 1950 ഡ്യൂറേഷൻ ആണ് വരുന്നത്. സോ സ്റ്റുവാർട്ട് ഹാൾ ഉണ്ട്, റേമണ്ട് വില്യംസ്, എഡ്വേർഡ് സെയ്ദ്, ടെറി ഈഗിൾട്ടൺ. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറിസ്റ്റുകളും കൾച്ചറൽ ക്രിറ്റിക്സും ഒക്കെയാണ് സ്ക്രീനിലുള്ളത് അല്ലെ. അപ്പൊ ആരാണ് ഈ ഒരു ഫൗണ്ടിങ് ഫിഗർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്? ആൻസർ വരുന്നത് റേമണ്ട് വില്യംസ് ആണ് കേട്ടോ. കൾച്ചറൽ മെറ്റീരിയലിസത്തിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുള്ള റേമണ്ട് വില്യംസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ ചോദ്യം നോക്കി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണേ. Which term refers to the dominance of one culture over others through political, social and ideological means, often associated with Antonio Gramsci? അല്ലേ? അപ്പൊ which term refers to the dominance of one culture over others through political, social and ideological means, often associated with Antonio Gramsci? Cultural materialism, subculture, cultural hegemony, representation. Okay, cultural materialism, subculture, cultural hegemony, representation. Okay, അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് എന്താണ്? Which term refers to the dominance of one culture over other, which is being shown in all areas, just like political, social, ideological means associated with Gramsci. ഉത്തരം വരുന്നത് നമ്മുടെ കൾച്ചറൽ ഹെജ്മണി ആണ് കേട്ടോ. അപ്പൊ ഹെജ്മണി എന്ന് പറയുന്ന ഐഡിയ തന്നെ കൊണ്ടുവന്നത് ആന്റോണിയോ ഫ്രാൻസിസ്കോ ഗ്രാംജി ആണ്. ആൻഡ് ഗ്രാംജി ഒരുപാട് നല്ല ബുക്കുകൾ ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരുപാട് ബുക്കുകൾ, പ്രിസൺ നോട്ട്ബുക്സ് അടക്കം ഉള്ള ബുക്കുകൾ ചെയ്തിട്ടുണ്ട്. ഹെജ്മണി എന്ന് പറയുന്ന വാക്കിന് അർത്ഥം തന്നെ റൈറ്റർ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ തിയറിസ്റ്റ് കൊടുത്തിട്ടുള്ളത് റാങ്ക് എന്നാണ്. റാങ്കിങ് സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞ ഈ റാങ്കിങ് RANKING ഈ റാങ്കിങ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഡിവിഷൻസ് വരുന്നത്. അപ്പർ ക്ലാസ്, മിഡിൽ ക്ലാസ്, ലോവർ ക്ലാസ് എന്നുള്ള തരത്തിലുള്ള ഡിവിഷൻസ് ആണ് പലപ്പോഴും പലതിനും പ്രശ്നങ്ങളായിട്ട് പോലും വരാറുള്ളത് അല്ലെ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. ഡിവിഷൻസ് ഒക്കെ വേണം, പക്ഷെ അതിന്റെ കൺട്രോൾ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ ഒപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. In Stuart Hall's encoding decoding model, what is the position called when the audience takes the message directly without questioning it? Okay, audience ആ ഒരു മെസ്സേജ് അതുപോലെ അങ്ങ് എടുക്കുകയാണ്. അവരതിനെതിരെ ഒരു തരത്തിലുള്ള ക്വസ്റ്റനിങ്ങും നടത്തുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ, വാട്ട് ഈസ് ദ പൊസിഷൻ കോൾഡ്? ആ പൊസിഷനെ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? നെഗോഷിയേറ്റഡ് റീഡിംഗ് ആണോ, ഒപ്പോസിഷണൽ റീഡിംഗ് ആണോ, ഡോമിനന്റ് ഹെജ്മോണിക് റീഡിംഗ് ആണോ, അതോ ആൾട്ടർനേറ്റീവ് റീഡിംഗ് ആണോ? എന്തായിരിക്കും ഉത്തരം വരുന്നത്? ഇവരെ പ്രത്യേകിച്ച് ക്വസ്റ്റനിങ് ഒന്നും നടത്തുന്നില്ല. ദേ ജസ്റ്റ് അനലൈസ് ദ ഐഡിയ, ദേ ജസ്റ്റ് അഡ്മിറ്റ് ദ ഫാക്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ നടക്കുന്നത് ഡോമിനന്റ് ഹെജ്മോണിക് റീഡിംഗ് ആണ്. നമ്മൾ അവിടെ ക്വസ്റ്റനിങ് ഒന്നും നടത്തുന്നില്ല. വാട്ട് ഓൾ തിങ്സ് ആർ ബീങ് റിട്ടൺ ദെയർ, അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ആർ എ സ്പീക്കർ ടോക്ക് ടു അസ്, വി ജസ്റ്റ് അഡ്മിറ്റ് ദാറ്റ്. ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ പിന്നീട് ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ അതുപോലെ അഡ്മിറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് ശരിക്കും ഡോമിനന്റ് ഹെജ്മോണിക് റീഡിംഗ് ആണ്. എന്നാൽ നമ്മുടെ പ്രീവിയസ് നോളജ് ഒക്കെ ഒന്ന് എടുത്തിട്ട് കുറച്ചും കൂടെ ഫ്രീ അറ്റ്മോസ്ഫിയറിൽ കാര്യങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് ഉത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ നിങ്ങളുടെയും കൂടെ ഒരു ഐഡിയക്ക് പ്രോമിനൻസ് കൊടുക്കുന്നതാണ് അല്ലെ. അപ്പൊ ക്വസ്റ്റനിങ് ഇല്ല എങ്കിൽ അത് ഡോമിനന്റ് ഹെജ്മോണിക് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമ്മുടെ എൻകോഡിംഗ് ഡീകോഡിംഗ് സ്റ്റുവാർട്ട് ഹാളിന്റെ ഐഡിയയിൽ പറയുന്നുണ്ട് കേട്ടോ. Which approach in cultural studies focuses on examining cultural productions with the context of their historical and material conditions? Okay, അപ്പോൾ which approach in cultural studiesൽ വരുന്ന ഏത് അപ്രോച്ച് ആണ് ഫോക്കസ് ചെയ്യുന്നത് on cultural productions within the context of their historical and material conditions? Okay, structuralism, cultural materialism,
സൈക്കോ അനാലിസിസ്, പോസ്റ്റ് സ്ട്രക്ചറലിസം. ഏതായിരിക്കും ഉത്തരം വരുന്നത്? ഉത്തരം വരുന്നത് കൾച്ചറൽ മെറ്റീരിയലിസം ആണ് കേട്ടോ. കൾച്ചറൽ മെറ്റീരിയലിസം. ഓക്കെ, അപ്പൊ അപ്രോച്ച് ഇൻ കൾച്ചറൽ സ്റ്റഡീസ് വിച്ച് ഫോക്കസ് ഓൺ എക്സാമിനിങ് കൾച്ചറൽ പ്രൊഡക്ഷൻ within the context of their historical and material condition. ഹിസ്റ്റോറിക്കൽ ആൻഡ് മെറ്റീരിയൽ കണ്ടീഷന്റെ ബേസിൽ അതിനെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നിർത്തിക്കൊണ്ട് നമ്മൾ കൾച്ചറൽ പ്രൊഡക്ഷനെ എക്സാമിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കൾച്ചറൽ മെറ്റീരിയലിസം എന്നാണ് പറയുന്നത് കേട്ടോ. നമ്മുടെ റേമണ്ട് വില്യംസ് ഒക്കെ ഈ ഒരു ഏരിയയിലേക്ക് ഒരുപാട് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നാലാമത്തെ ചോദ്യവും വളരെ പ്രാധാന്യമുള്ളതാണ്. അടുത്തതായിട്ട് നമുക്കത് അഞ്ചാമത്തെ ചോദ്യമാണുള്ളത്. അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് വരുന്നതാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ടൈപ്പിലാണ്. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ് ഓഫ് പോസ്റ്റ് കൊളോണിയൽ കൾച്ചറൽ സ്റ്റഡീസ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഭയങ്കര എളുപ്പമാണ്, എന്നാൽ ജനറൽ ആയിട്ട് വരുന്നതായതുകൊണ്ട് തന്നെ ഉത്തരം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഓപ്ഷൻ ഓരോ ഓപ്ഷൻസ് കാണുമ്പോൾ അതാണ് എന്ന് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ ഇതിന്റെ ഓപ്ഷൻസ് വായിച്ചതിന് ശേഷം മാത്രമേ ഉത്തരം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അതിനുശേഷം മാത്രമായിരിക്കണം നിങ്ങൾ OMR അതായത് സെറ്റ് പരീക്ഷ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഉത്തരങ്ങൾ മാർക്ക് ചെയ്താണ് പോകേണ്ടത്. എന്നിട്ട് മാത്രം മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, നോക്കിക്കോ. What is the primary focus of post-colonial cultural studies? Analyzing literary techniques in Victorian novels, examining the power structures in contemporary pop music, analyzing cultural practices, identify and power dynamics in former colonial territories, studying the history of the British monarchy. Okay, അപ്പോൾ എന്താണ് പോസ്റ്റ് കൊളോണിയൽ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ ഒരു ഫോക്കസ്? ഓക്കെ, എന്താണ് നമ്മുടെ ലിറ്റററി ടെക്നിക്സ്, അതായത് വിക്ടോറിയൻ നോവലുകളിലൊക്കെ വരുന്ന ടെക്നിക്കുകളെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണോ? എന്ന് പറയുമ്പോൾ സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് പോലെയുള്ള ടെക്നിക്ക് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണോ? അതോ പവർ സ്ട്രക്ചേഴ്സ് ഇൻ കണ്ടംപററി പോപ്പ് മ്യൂസിക്കിനെ എക്സാമിൻ ചെയ്യുക എന്നുള്ളതാണോ? അതായത് പോപ്പ് മ്യൂസിക് ഒക്കെ വന്നതോടുകൂടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് എന്താണ് പറയുക, ഇപ്പൊ ബീറ്റ് ജനറേഷൻ ഒക്കെ വന്ന ഒരു സെലിബ്രേറ്റിംഗ് ജനറേഷൻ ഒക്കെ വന്നതോടുകൂടി കുറെ മാറ്റങ്ങൾ വന്നു അല്ലെ. സ്ട്രക്ചേർഡ് ആയിട്ട് ചെയ്തു വെച്ച പല കാര്യങ്ങളിലും ചേഞ്ചസ് വന്നു. അപ്പൊ അതാണോ അവിടെ എക്സാമിൻ ചെയ്യുന്നത്? അതോ അനലൈസിങ് കൾച്ചറൽ പ്രാക്ടീസസ്, ഐഡന്റിറ്റി, പവർ ഡൈനാമിക്സ്, ഇതിനെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്യാണോ ചെയ്യുന്നത്? കൊളോണിയൽ ടെറിട്ടറീസിൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യ അടക്കം ബ്രിട്ടീഷിന്റെ കോളനി ആയിരുന്നു അല്ലെ, ബ്രിട്ടീഷുകാരുടെ കോളനി ആയിരുന്നു, അമേരിക്ക ഒക്കെ തന്നെ കോളനീസ് ആയിരുന്നു അല്ലെ. അപ്പൊ അന്നേരം അവിടെയുള്ള ഈ പറയുന്ന എന്താണ് കൊളോണിയൽ ടൈംസിൽ അവർ ഫേസ് ചെയ്ത പ്രോബ്ലംസിനെ അനലൈസ് ചെയ്യുക എന്നുള്ളതാണോ ഇതിന്റെ ലക്ഷ്യം? അതോ സ്റ്റഡിങ് ഹിസ്റ്ററി ഓഫ് ദ ബ്രിട്ടീഷ് മൊണാർക്കി എന്നുള്ളതാണോ? ഉത്തരം വരുന്നത് അനലൈസിങ് കൾച്ചറൽ പ്രാക്ടീസസ്, ഐഡന്റിറ്റി ആൻഡ് പവർ ഡൈനാമിക്സ് ഇൻ ഫോമർ കൊളോണിയൽ ടെറിട്ടറീസ് അല്ലെ. പഴയ കൊളോണിയൽ ടെറിട്ടറികളിൽ നമ്മൾ എന്താണ് അവിടുത്തെ ജനത അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ അനലൈസ് ചെയ്യുക, അവരുടെ പ്രോബ്ലംസിനെ മുൻധാരയിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചർ പോലെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ കൊണ്ടുവന്ന് അനലൈസ് ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ, പോസ്റ്റ് കൊളോണിയൽ കൾച്ചറൽ സ്റ്റഡീസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഓക്കെ, കൊളോണിയലിസത്തിന് ശേഷമുള്ള സമയമാണ് പോസ്റ്റ് കൊളോണിയലിസം എന്ന് അറിയപ്പെടുന്നത്. അപ്പം നമ്മുടെ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി. അപ്പൊ ഈ 5 ചോദ്യങ്ങളും കൂടെ നിങ്ങളുടെ നോളജിലേക്ക് ആഡ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.